ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സമാധാനം അകലെയാണോ എന്നുള്ള ചോദ്യം ഇപ്പോൾ ഓരോരുത്തരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്? ഇറാൻ തിരിച്ചടികൾ തുടങ്ങിക്കഴിഞ്ഞു. അതായത് ജെറുസലേമിലും ഇസ്രായേലിൻ്റെ ടെൽ ഒക്കെ ഇറാൻ സ്ഫോടനങ്ങൾ നടത്തി തുടങ്ങി, ഇറാന്റെ തീമഴ പെയ്ച്ചു തുടങ്ങി എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു. ഈ ഇറാൻ അടിക്കുന്നു അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേലിനെ തീർക്കാൻ ഒരുങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഭയങ്കര സന്തോഷമാണ്. അതായത് ഇസ്രായേലിലെ ജനങ്ങൾ മരിച്ചാലും അവിടെ കുഞ്ഞുങ്ങൾ മരിച്ചാലും ഒന്നും അതിനൊന്നും അവരുടെ ജീവനൊന്നും വിലയില്ല. പക്ഷെ ഇറാനിലെ കുഞ്ഞുങ്ങളുടെയും ഗാസയിലെ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും പലസ്തീനിലേക്ക് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ ജീവന് വിലയുണ്ട്. ഇസ്രായേലിൽ നിന്ന് ഹമാസ് പിടിച്ചുകൊണ്ട് പോയി ബന്ദികളാക്കി കൊന്നവരുടെ ജീവനും വിലയില്ല. ഇറാന് വേണ്ടി സംസാരിക്കുന്ന ഇസ്രായേൽ തെമ്മാടി രാജ്യം എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയുള്ള നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഇറാന് വേണ്ടിയും പാകിസ്ഥാന് വേണ്ടിയും ഒക്കെ കരഞ്ഞ് നിലവിളിക്കുന്നവരാണ് നമുക്കിടയിലുള്ളവർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എപ്പോഴും അറിയാം, ജിതിൻ കെ ജേക്കബ് എന്ന് പറയുന്ന ഒരു നിരീക്ഷകൻ, അദ്ദേഹം കൃത്യമായി നിഷ്പക്ഷമായാണ് നിരീക്ഷണം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ഇസ്ലാമിക രാജ്യങ്ങളിലെ സൈനിക താവളങ്ങളിൽ നിന്ന് പറന്നുയർന്ന ഇറാന് ചുറ്റുമുള്ള ഇസ്ലാമിക രാജ്യങ്ങളുടെ വ്യോമപാത ഉപയോഗിച്ച് ഇസ്ലാമിക രാജ്യമായ ഇറാനിൽ തീമഴ പെയ്യിച്ച് അമേരിക്കയും. ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിടുന്ന ഡ്രോണുകളും മിസൈലുകളും തകർക്കുന്നത് മുസ്ലിം രാജ്യമായ ജോർദാൻ. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ പോകുന്നത് മുസ്ലിം രാജ്യങ്ങളായ സിറിയയുടെയും ഇറാഖിൻ്റെയും മുകളിലൂടെ. ഇതൊക്കെയാണെങ്കിലും കേരളത്തിലെ സുഡാപ്പികൾ അവരുടെ വിഷമം തീർക്കുന്നത് ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ സോഷ്യൽ മീഡിയ പേജുകളിലും മെസ്സഞ്ചറിലും. അല്ല പോയ ഗൾഫിലെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്. ഏകദേശം 40,000 അമേരിക്കൻ സൈനികർ ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ഉണ്ട് എന്നാണ് കണക്ക്. അമേരിക്കയുടെ കോളനികളായി ഗൾഫ് നാടുകൾ മാറി എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് തങ്ങളുടെ സൈനിക താവളങ്ങൾ നൽകാൻ മറ്റൊരു ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാനും തയ്യാർ. ഇസ്ലാമിക രാഷ്ട്രമായ ജോർദാൻ ഇസ്രായേലിന് നേരിട്ട് പിന്തുണ നൽകുന്നു. ഇസ്രായേലിന് പരോക്ഷ പിന്തുണയുമായി ഇസ്ലാമിക രാജ്യങ്ങളായ ഈജിപ്തും സിറിയയും. അപ്പോൾ നിങ്ങൾ ശരിക്കും തെറിവിളിക്കേണ്ടത് ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും പിന്തുണ നൽകുന്ന ഗൾഫ് അറബ് മുസ്ലിം രാജ്യങ്ങളെ അല്ലേ? ഒരു ഇസ്ലാമിക സൈനിക സഖ്യമുണ്ടാക്കി ഇസ്രായേലിനെയും അമേരിക്കയും തകർക്കേണ്ടതിന് പകരം ഒരു ഇസ്ലാമിക രാജ്യമായി ഇറാനെ ആക്രമിക്കാൻ കൂട്ടുനിൽക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ സഹിക്കാൻ കഴിയുന്നു? ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ സോഷ്യൽ മീഡിയ പേജിൽ പോയി ഇങ്ങനെ മോങ്ങാതെ ഗൾഫിലെയും അറബ് നാടുകളിലെയും രാജാവിനെയും റാണിയെയും പോയി തെറിവിളിച്ച് നിർവൃതി കൊള്ളുകയല്ലേ വേണ്ടത്? നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ മനസ്സിലാകും. പക്ഷേ അതിന് ജീവിക്കാൻ വേണ്ടി ഇസ്രായേൽ ജോലി ചെയ്യുന്ന മലയാളികൾ എന്ത് പിഴച്ചു? അമേരിക്കയെയും ഇസ്രായേലിനെയും പിന്തുണയ്ക്കുന്ന ഗൾഫ് അറബ് നാടുകളിലെ ഭരണാധികാരികളെ ചീത്ത വിളിക്കാൻ നിങ്ങളുടെ നാവ് പൊങ്ങുന്നില്ലേ? ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ പൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഗൾഫിലൊരു സമരം നടത്തിക്കൂടെ? മുസ്ലിം ജനതയ്ക്ക് നേരെ ആക്രമണം നടത്താനുള്ള താവളങ്ങളായി ഗൾഫ് രാജ്യങ്ങളെ ഉപയോഗിക്കാൻ അനുവദിക്കുന്ന ഗൾഫിലെ ഭരണാധികാരികളെ വഴിയിൽ തടഞ്ഞ് പ്രതിഷേധം അറിയിക്കുകയല്ലേ വേണ്ടത്? ഗൾഫിലെ നഗരങ്ങളിലും പ്രതിഷേധ ജ്വാല ഉയരട്ടെ. ഗൾഫ് രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ മുസ്ലിം ജനതയുടെ ചോര പുരണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത്തരം ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യൂ സുഹൃത്തുക്കളെ. ഒരു കാര്യം പറയാതെ വയ്യ, ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന മലയാളികൾ 8ന്റെ പണിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നത്. ഗൾഫിലെ ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും ഭോഗിച്ച് ഇസ്രായേൽ തകർന്നു എന്ന് പറഞ്ഞ് വാർത്തകൾ കൊടുത്ത് ശഘോരങ്ങളെ കോൾമായി കൊള്ളിച്ചു വരുമ്പോൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഇസ്രായേലിൽ നിന്ന് തത്സമയം വീഡിയോകൾ ചെയ്ത് ആ സന്തോഷം കെടുത്തുന്നത് എന്തൊരു കഷ്ടമാണ്. സഹോദരങ്ങളെ, നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കൂ. ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കൂട്ടുനിൽക്കുന്നത് ഗൾഫ് അറബ് മുസ്ലിം രാജ്യങ്ങൾ തന്നെയാണ്. ഇസ്ലാമിക സൈനിക സഖ്യം പോയിട്ട് ഒരു പ്രതിഷേധം പോലും ഉയർത്താൻ അവർ തയ്യാറല്ല. എൻ്റെ അഭിപ്രായത്തിൽ സഹോദരങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വികാരം കൊള്ളാതെ നേരെ ഇറാനിലേക്ക് വച്ചുപിടിക്കുക. ഇറാന്റെ പരമോന്നത നേതാവ് ഖമനേയി അപ്പുപ്പൻ ബംഗറിലിരുന്ന് പേടിച്ച് വിറച്ച് പിച്ചും പേയും പറയുന്നുണ്ട്. ഇറാനിലെ സൈന്യത്തിൽ നല്ലൊരു പങ്കും ഇസ്രായേൽ ചാരന്മാരാണ്.
ബങ്കറിൽ പേടിച്ചു കഴിയുന്ന ഖമനേയി അപ്പൂപ്പന് ആരെയും ഇപ്പോൾ വിശ്വാസമില്ല. അപ്പൂപ്പന് ധൈര്യം നൽകി നിങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുക. യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് ഗൾഫിലെ കാലുവാരികളായ ഭരണാധികാരികൾക്ക് കാണിച്ചു കൊടുക്കുക. അവസാനമായി എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോയി തെറിവിളിക്കാതെ ഒരു വിഭാഗം കോയമാർ അമേരിക്കയും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പിന്തുണ നൽകുന്ന ഗൾഫിലെ ഭരണാധികാരികളുടെ സോഷ്യൽ മീഡിയ പേജിൽ പോയി തെറിവിളിക്കുക. ബാക്കിയുള്ളവർ നേരെ ഇറാനിലേക്ക് പോയി ബങ്കറിൽ പേടിച്ചു കഴിയുന്ന ഖമനേയി അപ്പൂപ്പനൊപ്പം ചേർന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുക. പിൻകുറിപ്പ്: ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രം എന്നൊക്കെ വിളിച്ച് മത തീവ്രവാദികളുടെ വോട്ട് വാങ്ങാൻ നോക്കിയ പിണറായി വിജയനെ ഇറാനിലെ ജനത തെറിവിളിക്കുന്ന വീഡിയോ വൈറലാണ്. ഇറാനിലെ മതഭരണത്തിൽ അവിടത്തെ ജനം തന്നെ പൊറുതിമുട്ടി നിൽക്കുമ്പോൾ അത് മനസ്സിലാക്കാതെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ പോയ പിണറായിക്ക് കിട്ടേണ്ടത് തന്നെ കിട്ടി. കേരളത്തിൽ നിന്ന് മാത്രമല്ല വിദേശ പൗരന്മാരുടെ വരെ ചീത്തവിളി കേൾക്കാൻ ഭാഗ്യമുണ്ടായ പിണറായി സഖാവെ, അങ്ങ് ഒരു സംഭവം തന്നെയാണ്. ഇങ്ങനെയാണ് ജിതിൻ കെ ജേക്കബ് തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ്. സത്യത്തിൽ ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇറാനെ വേണ്ടി ഇവിടെ ഇരുന്ന് കരയുന്ന, ഇസ്രായേലിൽ പണിയെടുക്കാൻ പോയിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ, മലയാളി സഹോദരങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ സഹോദരങ്ങളെ അവരുടെ പേജുകളിൽ പോയി തെറിവിളിക്കുക, വലിയ അതായത് ഏറ്റവും മോശകരമായ കമൻറ്റുകൾ അവർ ഇടുന്ന വീഡിയോയ്ക്ക് താഴെ ഇടുക, അവരുടെ മെസ്സഞ്ചറിൽ പോയി അവരെ തെറിവിളിക്കുക. അവർ എന്ത് പിഴച്ചു എന്നുള്ളതാണ്. ഇറാൻ മത്സരിക്കുന്നത് ഇസ്രായേലിനോടാണ്. ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നത് അമേരിക്കയും മറ്റ് രാജ്യങ്ങളുമാണ്. ജോർദാൻ ഉൾപ്പെടെയുള്ള മുസ്ലിം രാജ്യങ്ങൾ ഇസ്രായേലിനൊപ്പമാണ് നിൽക്കുന്നത്. അപ്പോൾ മാത്രമല്ല അറബ് രാജ്യങ്ങൾ പറയുന്നത് അവർ ആർക്കും ഒപ്പമല്ല. അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് ഇതിനൊന്നും സമയമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ വികസനത്തിനാണ് സമയം എന്നുള്ളത്. ഇപ്പോൾ സൗദിയൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. പഴയ സൗദിയൊന്നും അല്ല ഇപ്പോഴത്തെ സൗദി, കുവൈറ്റ് എന്നൊക്കെ പറയുന്നത്. അവരൊക്കെ സ്ത്രീകൾക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകുന്നുണ്ട്, സ്ത്രീകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ ബുർഗ മാത്രം ധരിച്ച് വീട്ടിനകത്ത് ഇരിക്കാനുള്ളവരല്ല സ്ത്രീകൾ. അടുക്കളയിൽ നിന്ന് ബെഡ്റൂമിലേക്കും ബെഡ്റൂമിൽ നിന്ന് അടുക്കളയിലേക്കും പോകേണ്ടവരല്ല സ്ത്രീകൾ. അവർ അരങ്ങത്തിറങ്ങി വന്ന് പ്രവർത്തിക്കേണ്ടവരാണെന്ന് പല മുസ്ലിം രാഷ്ട്രങ്ങളും മനസ്സിലാക്കി സ്ത്രീകൾക്ക് അവിടെ വലിയ രീതിയിലുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ സ്ത്രീകളെ മുഴുവൻ പൊതിഞ്ഞു കെട്ടി ചാക്കുകളിലാക്കി കൊണ്ട് നടക്കുന്നവന്മാരാണ് ഇറാനിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് എന്നുള്ളതും ഇസ്രായേലിൽ ജോലി ചെയ്യുന്നവരെ തെറിവിളിക്കുന്നത് എന്നുള്ളതുമാണ് ഇതിൻ്റെ വിരോധാഭാസം എന്ന് പറയുന്നത്. എന്തായാലും ജോർദാൻ അടക്കം ഗൾഫ് രാജ്യങ്ങളടക്കം ഒക്കെ വലിയ രീതിയിൽ ഇസ്രായേലിന് വേണ്ടി പൊരുതാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അത്രയ്ക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുക. എപ്പോൾ തല പോയി എന്നുള്ളത് പിന്നെ ചിന്തിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ കിടന്ന് തെറിവിളിക്കും പോലെ ഗൾഫ് രാജ്യങ്ങൾ ചെന്നിട്ട് തെറിവിളിച്ചാൽ പിന്നെ പൊന്നാനി വരെ പോവേണ്ട ആവശ്യം വരില്ല.